2026 മാർച്ച് 7 മുതൽ അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ തങ്ങളുടെ സേവനങ്ങളിൽ ഒരു മാറ്റം നടപ്പിലാക്കുകയാണ്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പ്രാദേശിക ഫീൽഡ് ഓഫീസ് സേവന രീതി അവസാനിപ്പിച്ച് പകരം ഏകീകൃതമായ ഒരു ദേശീയ സംവിധാനം ഏർപ്പെടുത്താനാണ് സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനം. ഈ മാറ്റം സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താവിന്റെ പ്രതിമാസ ആനുകൂല്യ തുകയെ ബാധിക്കില്ലെങ്കിലും സഹായത്തിനായി ഉദ്യോഗസ്ഥരെ സമീപിക്കുന്ന രീതിയെയും പ്രശ്നപരിഹാര പ്രക്രിയയെയും പൂർണ്ണമായും മാറ്റിമറിക്കും. അതിനാൽ ഏതാണ്ട് 7 കോടിയിലധികം സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ പരിഷ്കാരം. ഈ ഒരു മാറ്റത്തിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. അമേരിക്കയിലെ ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് സോഷ്യൽ സെക്യൂരിറ്റി, റിട്ടയർമെന്റ്, ഡിസബിലിറ്റി ഇൻഷുറൻസ് തുടങ്ങിയവയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം 7.2 കോടി കടന്നിരിക്കുകയാണ്. എന്നാൽ ഇതിന് ആനുപാതികമായ ജീവനക്കാർ നിലവിൽ അഡ്മിനിസ്ട്രേഷനിൽ ഇല്ല എന്നതാണ് വാസ്തവം. 2025 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി നടപ്പിലാക്കിയ വെട്ടിക്കുറയ്ക്കലുകളുടെ ഭാഗമായി ഏകദേശം 7000 ജീവനക്കാർക്ക് ജോലി നഷ്ടമായിരുന്നു. ഇതോടെ പല പ്രാദേശിക ഓഫീസുകളിലും സേവനം തടസ്സപ്പെടുകയും അപേക്ഷകൾ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇത്തരം സാഹചര്യങ്ങൾ പരിഹരിക്കാനാണ് അപേക്ഷകൾ രാജ്യവ്യാപകമായി വിഭജിച്ച് നൽകുന്ന പുതിയ രീതി കൊണ്ടുവരുന്നത്. മുൻപ് ഒരു പ്രാദേശിക ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ സംസ്ഥാനത്തെ നിയമങ്ങളും പ്രാദേശിക സാഹചര്യങ്ങളും അറിയാവുന്ന ഉദ്യോഗസ്ഥരാണ് മറുപടി നൽകിയിരുന്നതെങ്കിൽ പുതിയ സംവിധാനത്തിൽ നിങ്ങളുടെ കോള് രാജ്യത്തിന്റെ ഏതു ഭാഗത്തുള്ള ഏജന്റിലേക്കും പോയേക്കാം. ഇത് സാധാരണ അപേക്ഷകളിൽ വേഗത കൂട്ടുമെങ്കിലും സങ്കീർണമായ അപേക്ഷകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തെയും മെഡിക്കെയ്ഡ് ഏകോപനം, പ്രാദേശിക ഡിസബിലിറ്റി പ്രോഗ്രാമുകൾ എന്നിവയെക്കുറിച്ച് അറിവില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു സംസ്ഥാനത്തെ അപേക്ഷ കൈകാര്യം ചെയ്യുമ്പോൾ പിഴവുകൾ സംഭവിക്കാനിടയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ നേരിട്ടുള്ള സന്ദർശനങ്ങൾ 50% കുറയ്ക്കാനാണ് ഏജൻസി ലക്ഷ്യമിടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും ഉപയോഗിച്ച് സേവനങ്ങളിലെ കാലതാമസം പരിഹരിക്കാമെന്നാണ് സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയ്ക്ക് എത്രത്തോളം കഴിയുമെന്നത് ചോദ്യചിഹ്നമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാനും ആനുകൂല്യങ്ങളിലെ പിഴവുകൾ തിരുത്താനും മറ്റുമായി വർഷം തോറും 3 കോടിയിലധികം ആളുകൾ നേരിട്ട് ഓഫീസുകളെ സമീപിക്കാറുണ്ട്. ഈ വലിയൊരു വിഭാഗത്തെ ഓൺലൈൻ പോർട്ടലുകളിലേക്കും ഫോൺ ലൈനുകളിലേക്കും മാറ്റുമ്പോൾ സേവനത്തിന്റെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർക്ക് അഭിപ്രായമുണ്ട്. ഇനി അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യത്തെക്കുറിച്ച് വിശദമായി നോക്കാം. അമേരിക്കയിലെ വയോജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ നട്ടെല്ലാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്നറിയപ്പെടുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതി. ജോലി ചെയ്യുന്ന കാലയളവിൽ ഓരോ ജീവനക്കാരും തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സോഷ്യൽ സെക്യൂരിറ്റി ടാക്സ് ആയി സർക്കാരിലേക്ക് നൽകുന്നു. ഈ തുക ഉപയോഗിച്ചാണ് വിരമിച്ചവർക്കും വൈകല്യമുള്ളവർക്കും മരണപ്പെട്ട തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കും പ്രതിമാസ ആനുകൂല്യങ്ങൾ നൽകുന്നത്. നിലവിൽ ഏകദേശം 72 ദശലക്ഷത്തിലധികം അമേരിക്കക്കാർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. സോഷ്യൽ സെക്യൂരിറ്റി പ്രധാനമായും 3 വിഭാഗങ്ങളിലായാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്. ഒന്നാമത്തേത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. നിശ്ചിത പ്രായപരിധി എത്തിയവർക്ക് വിരമിച്ച ശേഷം ലഭിക്കുന്ന പെൻഷൻ തുകയാണിത്. രണ്ടാമത്തേത് സോഷ്യൽ സെക്യൂരിറ്റി ഡിസബിലിറ്റി ഇൻഷുറൻസ് ആണ്. ശാരീരികമോ മാനസികമോ ആയ കാരണങ്ങളാൽ ജോലി ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. മൂന്നാമതായി സർവൈവർ ബെനിഫിറ്റ്സ്, അതായത് വരുമാനദായകനായ കുടുംബാംഗം മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ലഭിക്കുന്ന സാമ്പത്തിക സഹായമാണ്. ഈ ആനുകൂല്യങ്ങൾ അമേരിക്കൻ ജീവിത രീതിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്.